50 കൊല്ലം തപസ്സിരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടുത്തെ അവിടെ ഇവിടെ അല്ലാണ്ട് ഉണ്ടാവൂല. 2, അങ്ങ് പറഞ്ഞു ഇതിൻ്റെ തൊട്ട് മുൻപായിട്ട് അവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക്. ഉന്നത വിദ്യാഭ്യാസ മേഖല അതിഗംഭീരമായതുകൊണ്ട് വിദ്യാർത്ഥികളെ മുഴുവൻ ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ വിടുകയാണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തല കുനിക്കണം കേരളം. വൃദ്ധസദനമാക്കി മാറ്റിയാണ് കേരളത്തിലെ കുട്ടികൾ. +2 കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും എല്ലായിടത്തേക്കും പോയി പഠിക്കേണ്ടി വന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവുകെട്ട മന്ത്രിമാർ ഇടതുപക്ഷത്തുണ്ടായത് കൊണ്ടാണ്. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ഒരു വലിയ വൈറലായ സംഭവമല്ലേ ട്രോള്, ഓൾ ടെൻഷൻസ് ഓൺ മൈ ഹൗസ്, ടെൻഷൻസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞില്ലേ. ആ ഹെഡ് മര്യാദക്ക് ഭരിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും നാട് വിട്ടുപോയത്. നരേന്ദ്രമോദി അങ്ങനെയല്ല സർ. ഓൾ ടെൻഷൻസ് ഓഫ് നേഷൻ അദ്ദേഹത്തിന്റെ തലയിലാണ്. അത് കൃത്യമായി അദ്ദേഹം നടപ്പിലാക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് വരുന്നത്. 2, അങ്ങ് പറഞ്ഞു മഹാഭാരതത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായില്ല. മഹാഭാരതവും രാമായണമൊക്കെ വിശ്വസിക്കുന്നവന്റെ വോട്ട് വേണ്ടെന്നൊന്ന് പറയാനുള്ള നട്ടല് കാണിക്കുന്നേ. അതിൽ അംഗീകാരം പറ. അവിടെ എത്തിയപ്പോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയല്ലോ. 2, അങ്ങ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിനപ്പുറത്തുള്ള കൊലപാതകങ്ങളും വിഷമങ്ങളും ദയനീയതകളും സമരങ്ങളൊക്കെ കണ്ടല്ലേ? സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വിഷമവും സങ്കടം കണ്ടില്ല? വാളയാറിൽ കെട്ടി തൂക്കിയിട്ട 2 മക്കളുടെ വീട്ടുകാരുടെ വിഷമം കണ്ടില്ല? വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ വിഷമം കണ്ടില്ല? ആലപ്പുഴയിൽ ഒളിക്യാമറ കച്ചവടക്കാരുടെ പ്രശ്നം നിങ്ങൾ കണ്ടില്ല? ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടക്കുന്ന PSC വിദ്യാർത്ഥികളുടെ പ്രശ്നം നിങ്ങൾ കണ്ടില്ല? നിങ്ങൾക്ക് കാണാൻ പറ്റൂല, ഇങ്ങനെ വാഹിനി നോക്കി ഇരിപ്പല്ലേ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 2, നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഇന്ത്യ മൊത്തത്തിൽ CPM-നെ കുറിച്ച് ഉദാഹരിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അനിൽ നമ്പ്യാർ, ഇവരവിടെ ഒന്നും ഇല്ലാലോ, ഇവര് കേരളത്തിലല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈ കേരളത്തെ ഉദാഹരിച്ച് പറയാം. 2, KM മാണിയുടെ മകൻ മറ്റേ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ MLA റോഷി അഗസ്റ്റിനും നിങ്ങളുടെ മന്ത്രിയല്ലേ ഇപ്പോ? കോഴമാണിയെ കുറിച്ച് ഇവിടുത്തെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, 1,90,100,000 എന്നൊക്കെ പറയുന്ന മന്ത്രി, ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യാസങ്ങളൊക്കെ നിയമസഭയിൽ കൃത്യമായി ഞങ്ങൾ കണ്ടതാ. കോഴമാണിക്കെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച ആ വ്യക്തിക്ക് അതിന്റെ മകനെയും അവരുടെ മന്ത്രിയെയും നിങ്ങളുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നപ്പോ തീർന്നോ? KB ഗണേഷ് കുമാറിന്റെ അച്ഛൻ ജയിലിൽ കടന്ന സമയത്ത് VS അച്യുതാനന്ദൻ നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ അല്ലേ? എന്താ പറഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ മന്ത്രിയാ. 2, മുസ്ലിം ലീഗിനോടുള്ള നിങ്ങളുടെ നയം എന്തപ്പോ മാറിയോ? വർഗീയത രാഷ്ട്രീയമൊക്കെ മാറിയോ? 3, നിങ്ങൾ അനിൽകുമാറിനെ ഒഡോപെക്കിന്റെ ചെയർമാൻ ആയിട്ടില്ലേ? നേരത്തെ പറഞ്ഞ കുട്ടികളെ കയറ്റി അങ്ങോട്ട് പഠിക്കാൻ വിടുകയും വിദ്യാർത്ഥികൾ ജോലി തേടി അവർ അങ്ങോട്ട് പോകുന്നുണ്ട്, കൈയടിച്ച് വിടുന്നുണ്ടെന്ന്. ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം. ഒരു നല്ലൊരു കാര്യം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ വന്ന് ഈ നാട്ടിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ പറയുന്ന തമിഴ്നാടും നിങ്ങൾ പറയുന്ന കർണാടകയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും തിരക്ക് കൂട്ടുകയാണ്. ഈ നാട്ടിലേക്ക് ഫാക്ടറി വരണം, പണിയുണ്ടാകണം എന്ന് പറഞ്ഞ്. അപ്പൊ ഇവരുണ്ടല്ലോ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കാച്ചും കൊണ്ടുവന്ന ഇവരുടെ മറ്റു ആളുകൾ ചെല്ലും കൊടിയും പിടിച്ചിട്ട് പൂട്ടിപ്പോ. ഒരു തൊഴിലവസരം ഉണ്ടാക്കാൻ പ്രാപ്തിയില്ലാത്ത ആളുകൾ, ഈ മഹാപ്രാക്കുകളെ അറിവിൽ നിന്ന് അറിവുള്ളവന്റെ അഭ്യാസമാണ്. അറിവുള്ളവനെ അവിടെ തന്നെ നിർത്തുക, അറിവില്ലാത്തവനെ അവിടെ തന്നെ നിർത്തി അധികാരത്തിന്റെ കീഴിൽ അടിമപ്പെടുത്തുന്ന രാഷ്ട്രീയ നയം നടത്തി ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത ആള് പറഞ്ഞോട്ടെ. 2, വലിയ വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറിനെ കുറിച്ച് സമരം ചെയ്ത്, ട്രാക്ടറിനെ കുറിച്ച് സമരം ചെയ്ത്, ഒരു നാണക്കേടില്ലാണ്ട് ഇപ്പൊ വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. 3, ഞങ്ങൾ മാതൃവന്ദൻ യോജനയായാലും ഫസൽ ബീമ യോജനയായാലും 12 രൂപയുടെ ഇൻഷുറൻസ് ആയാലും പറഞ്ഞ കാര്യം കൃത്യമായി അക്കവടിയോടുകൂടി നടത്തും. നിങ്ങളുടെ മാതിരി ഇവരെല്ലാം പറയും 40-ാം തീയതി കിട്ടും, അല്ലെങ്കിൽ ഫെബ്രുവരി 31-ാം തീയതി തരും, അല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടൂല. റേഷൻ കട, സപ്ലൈകോ, പെൻഷൻ, പാവപ്പെട്ടവരെ ആ കരുവന്നൂർ പോലത്തെ ബാങ്കില് കാശ് കൊണ്ടിട്ട മഹാപ്രാക്കോള് വാട്ടം തിരിയാണ്. നിക്ക് സാർ, മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞു. EP ജയരാജൻ നിങ്ങളുടെ നേതാവല്ലേ? ആ EP ജയരാജൻ വന്ദേ ഭാരതിൽ ഇരുന്നിട്ട് ആ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് അംഗീകരിച്ച ചരിത്രം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വന്ദേ ഭാരതിൽ ഇരുന്ന് EP ജയരാജൻ അംഗീകരിച്ചു മോദിയുടെ ഗ്യാരണ്ടിയുടെ ഗുണം. അദ്ദേഹം പറഞ്ഞു നല്ല കാര്യമാ. മോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ കൈപ്പിടിച്ച് സമൂഹത്തിനകത്ത് വ്യക്തമായി കൊണ്ടുവന്ന് പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച് സ്വയം പര്യാപ്തത നേടുന്ന കൃത്യമായ ശൈലിയ. നിങ്ങളെ മുഖ്യമന്ത്രി നടത്തുന്ന അഭ്യാസങ്ങളും നുണയും തട്ടിപ്പുമല്ല. നിങ്ങൾ ക്യൂബയില്
നിങ്ങൾ ക്യൂബയിൽ നിന്ന് ഒരു വാക്സിൻ ഉണ്ടാക്കിയല്ലോ, എല്ലാവരും കേൾക്കണം. കോവിഡ് കാലത്ത് ഇവരുടെ മുഖ്യമന്ത്രി ആ പാവപ്പെട്ട പാത്തുമ്മ ആട് വിറ്റ് കാശ് കൊടുത്തു. പാവപ്പെട്ട കുഞ്ഞുമക്കൾ ഭണ്ഡാരത്തിൽ അവരിട്ട് കാശ് കൊടുത്തു. ആ കാശിന്റെ എന്തിനാ? വാക്സിൻ ഉണ്ടാക്കാൻ, ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരാൻ. ആ ക്യൂബയിൽ നിന്നുള്ള വാക്സിൻ വന്നോ? ക്യൂബയിൽ നിന്നുള്ള വാക്സിൻ വന്നോ? 2, റോഡ് വികസനം ഉണ്ടായില്ല. അതുകൂടി പറഞ്ഞു. റോഡ് വികസനം നരേന്ദ്രമോദി ചെയ്തു തന്നില്ല. ഇവരുടെ മരുമകനുണ്ടല്ലോ റിയാസ്, ആ തലശ്ശേരി ബാസി ബൈപ്പാസിൽ പോയി പടെടുത്തല്ലോ, സെൽഫി. ആ റോഡ് വികസനം കേന്ദ്ര സംവിധാനത്തിന്റെയാ. കിലോമീറ്റർ കണക്കിന് റോഡ്, പാലം എല്ലാം തന്നില്ലേ? അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു നാണവുമില്ലാതെ കളിയാക്കാൻ. സമയം പോകുന്നു.